ഒരു വലിയ വിഴിഞ്ഞ ഡെവലപ്മെന്റ് വരുമ്പോൾ അതിന് ആത്യന്തികമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോണ ചില സ്ഥലം തിരുവനന്തപുരം തന്നെ ആവണമെന്നില്ല. മേ ബി നാഗർകോവിലാവാം. ദേ ക്യാൻ ബി എ കോമിറ്റഡ് ടുമോറോ. അത് കൊച്ചിയാവാം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിന്റെ ഈ കോസ്റ്റൽ ലൈൻ എന്ന് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നോ മുഴുവൻ ഡെവലപ്മെന്റേയും കുത്തൊഴുക്കുണ്ടാകുമ്പോൾ കൊച്ചി വഴിയായിരിക്കും. ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൊണ്ടും ട്രഡീഷണൽ ആയിട്ടുള്ള പരിചയം കൊണ്ടും ഒരു പോർട്ട് സിറ്റിയുടെ കൾച്ചർ കൊണ്ടും പിന്നെ അകത്തു വന്നാൽ ബാക്കി സൗകര്യങ്ങൾ വേണ്ടേ. ഇനി കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഒന്നും റോഡിലല്ല, ഇനി കേരളത്തിന്റെ ഡെവലപ്മെന്റ് എയർപോർട്ടിലല്ല, ഇനി കേരളത്തിന്റെ ഡെവലപ്മെന്റ് ലോങ് ദ കോസ്റ്റ് ലൈനാണ്. ശരിക്കും ഒരു ഗോൾഡൻ കോസ്റ്റ് ഓഫ് ഇന്ത്യയാണ് കേരളം. ഇന്ത്യയുടെ ഏറ്റവും നല്ല സമൃദ്ധമാവാൻ പറ്റുന്ന ഒരു കോസ്റ്റൽ ബെൽറ്റാണ് കേരളം. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇവിടെയെല്ലാം ഉണ്ട്. ഈ സാധ്യതകളെല്ലാം തന്നെ നമുക്കാർക്കും അറിയാൻ പാടില്ലാത്തോ രാഷ്ട്രീയക്കാർക്ക് അറിയാൻ പാടില്ലാത്തോ ഗവൺമെന്റ് അറിയാൻ പാടില്ലാത്തോ അല്ല. ഇത് ചോയ്സാണ്. അതെപ്പോൾ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണോ എന്നുള്ള, അല്ലെങ്കിൽ നടപ്പാക്കാൻ ഒരു വിൽ പവറും ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഐ തിങ്ക് ഇനി ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ അതൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും.